ഹായ് ഒരു നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ എന്താണ് വളരെ കുറച്ച് സമയം കൊണ്ട് ഇതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ആദ്യത്തെ ചോദ്യം. എന്തായിരിക്കും തെർമോഡൈനാമിക്സ്? ഒന്നുമില്ല, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, അത് മാത്രമാണ് തെർമോഡൈനാമിക്സ് പറയുന്നതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക്. അതായത് ഹീറ്റിനെ എങ്ങനെ വർക്കാക്കാം, വർക്കിനെ എങ്ങനെ ഹീറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഐഡിയ തരുന്ന ഒരു ബ്രാഞ്ച്, അതിനാണ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ടേംസ് കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും? സിസ്റ്റം, സറൗണ്ടിങ്സ്, ബൗണ്ടറി, യൂണിവേഴ്സ്, അല്ലെ, കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്റേണൽ എനർജി, എന്തൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ടേംസിൻ്റെ ഒക്കെ ഒരു ഐഡിയ ആദ്യം തരണം. എന്നിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റിലോ സീറോത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നോക്കാം, നമുക്ക് ആ ടേംസിലേക്ക് കിടക്കാം. ടേംസ് പറയുമ്പോൾ നിങ്ങൾ സിസ്റ്റം എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടാവും, പിന്നെ എന്താണ് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടാവും, അല്ലേ, പിന്നെ വേണമെങ്കിൽ ഒരു ബൗണ്ടറി കേട്ടിട്ടുണ്ടാവും, ഒരു യൂണിവേഴ്സ് കേട്ടിട്ടുണ്ടാവും. എന്താണെന്നൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, എൻ്റെ മുന്നിൽ ഇതാ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഇപ്പോൾ എത്രയോ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഈ വെള്ളം എത്ര എമൗണ്ട് ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ഒരു പഠന വിഷയം. ഞാൻ ഈ വെള്ളത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ പഠനം നടത്താൻ പോകുന്ന ആ ഒരു ഭാഗമില്ലേ, അതിനാണ് ഞാൻ സിസ്റ്റമായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ സിസ്റ്റം. ഇതാ ഈ ഗ്ലാസും ഇതിൻ്റെ അകത്തുള്ള വെള്ളം, ഇതാണ് എന്താടാ എൻ്റെ സിസ്റ്റം. ഞാൻ ഇതിനെക്കുറിച്ചാണ് പഠനം നടത്താൻ പോകുന്നത്. സോ ഇതാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എന്തായിരിക്കും? സറൗണ്ടിങ്സ് ആണ്. സിസ്റ്റത്തിന്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും, ഈ ബോർഡ്, ഞാൻ, നിങ്ങളൊക്കെ എന്തായിരിക്കും ഇപ്പം സറൗണ്ടിങ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സിസ്റ്റവും സറൗണ്ടിങ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം, അല്ലേ, എന്താ ഇതാണ് അതിൻ്റെ ബൗണ്ടറി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിസ്റ്റമായി സറൗണ്ടിങ്സ് ആയി ബൗണ്ടറി എന്താണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടി. പ്രശ്നമല്ലോ, ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. സിസ്റ്റം, സറൗണ്ടിങ്സ്, അതേപോലെ തന്നെ എന്താണ് ബൗണ്ടറി, ഇതൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ സിസ്റ്റം തന്നെ എന്താണ്? ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്, അല്ലേ. അതായത് ഞാനിപ്പോൾ ഈ ഗ്ലാസ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ സിസ്റ്റം ആയിരിക്കും. ഇതിന് ഞാനൊരു മൂടി വെക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ക്ലോസ് സിസ്റ്റം ആയിരിക്കും. ഈ ഗ്ലാസ്സിലെ വെള്ളമൊക്കെ മാറ്റി ഞാൻ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അത് ഐസൊലേറ്റഡ് സിസ്റ്റം ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ, അല്ലേ. അപ്പോൾ നമുക്ക് ആ ടേംസിലേക്ക് വെക്കാം. സിസ്റ്റം ഇസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് ഇൻ വിച്ച് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്, അല്ലേ. ഞാൻ പഠന വിധേയമാക്കുന്ന ആ ഭാഗം, അതിനാണ് സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, സിസ്റ്റം മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ആലോചിച്ച് നോക്കി, ഇതിനകത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത്, ആ ചൂടുവെള്ളം കുറച്ച് ഞാൻ തണിയുകയും ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ തിളച്ച വെള്ളം എന്നൊക്കെ വിചാരിക്കും, തിളച്ച വെള്ളം ഇങ്ങനെ വേപ്പറായി പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള മാറ്ററിൻ്റെ എമൗണ്ടും കുറയും. അതേപോലെ തന്നെ കുറച്ച് ഞാൻ ചൂട് തണിയുകയും ചെയ്യും, അല്ലേ, എനർജിയും കുറയും. സോ ബോത്ത് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ എവിടെ നടക്കൂടാ? ഓപ്പൺ സിസ്റ്റത്തിൽ നടക്കും, എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ. ക്ലോസ് സിസ്റ്റത്തിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്, ഇതിൻ്റെ ഒരു അടപ്പ് വെച്ച്, തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച്, ആ അടപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വേപ്പറായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ അടപ്പിൻ്റെ മുകളിൽ കണ്ടൻസ് ചെയ്യും, അത് തിരിച്ച് ഈ വെള്ളത്തിലേക്ക് തന്നെ വീഴും. സോ മാറ്ററിൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ എന്തായിരിക്കും? എനർജി കുറയും, ചൂട് ഇങ്ങനെ തണിഞ്ഞു വരും, അല്ലേ. സോ എക്സ്ചേഞ്ച് ഓഫ് എനർജി നടക്കും, നോട്ട് മാറ്റർ. എക്സ്ചേഞ്ച് ഓഫ് എനർജി ഉണ്ടാവും, മാറ്റർ ഉണ്ടാവില്ല. ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്തായിരിക്കും? ഫ്ലാസ്ക്, ഒരു ഐഡിയൽ ഫ്ലാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ ടെമ്പറേച്ചർ കുറയാനേ പാടില്ല. പക്ഷേ നമ്മളെ രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ ഫ്ലാസ്ക് കുറച്ച് കുറയും. പക്ഷേ ഒരു ഐഡിയൽ ഫ്ലാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കുറയാൻ പാടില്ല, അല്ലേ. അപ്പം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എന്തായിരിക്കും? എക്സ്ചേഞ്ച് ഓഫ് മാറ്ററും നടക്കില്ല, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് എനർജിയും നടക്കില്ല. അതാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. നോക്കിക്കോ, അപ്പോൾ ഇതാണ് നോക്കിക്കോ, അടുത്ത് നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്താണ് തെർമോഡൈനാമിക് വേരിയബിൾസ്? ഒന്നുമില്ല, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ എന്തൊക്കെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഉപയോഗിച്ചു, അതൊക്കെ തെർമോഡൈനാമിക് വേരിയബിളാണ്. ഉദാഹരണത്തിന് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, വെള്ളത്തിൻ്റെ പ്രഷർ, ഈ വെള്ളത്തിൻ്റെ വോളിയം, ഈ വെള്ളത്തിൻ്റെ മാസ്, ഇതൊക്കെ എന്താണ് ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ ഉപയോഗിച്ചതാണ്, അല്ലേ. അങ്ങനെ ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ ഉപയോഗിച്ച എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. അപ്പോൾ നോക്കിക്കോ, തെർമോഡൈനാമിക് വേരിയബിൾസ് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹെൽപ്പ് us to study about a thermodynamic system. അതിനെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രഷർ വരാം, വോളിയം വരാം, ടെമ്പറേച്ചർ വരാം, ഡെൻസിറ്റി വരാം, അങ്ങനെ എല്ലാം വരാം. ഓക്കെ അല്ലേ? പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ? ഇത്ര മാത്രമേ ഉള്ളൂ തെർമോഡൈനാമിക് വേരിയബിൾസ്. നമ്മൾ ഈ തെർമോഡൈനാമിക് വേരിയബിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ആദ്യം തന്നെ നമ്മൾ എക്സ്റ്റൻസീവ് വേരിയബിളും ഇൻറ്റൻസീവ് വേരിയബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകാം. എന്തിനെ? തെർമോഡൈനാമിക് വേരിയബിൾസിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകാം. എന്താണ് എക്സ്റ്റൻസീവും ഇൻറ്റൻസീവും? എന്താണ് എക്സ്റ്റൻസീവ്, എന്താണ് ഇൻറ്റൻസീവ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്, അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഞാൻ എന്ത് ചെയ്യുക? കുടിക്കുക. കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവില്ലേ? ഇതിൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവില്ലേ? അങ്ങനെ മാറ്റം വന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും ഇവിടെ എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞിട്ടുണ്ടാവും, മാസ് കുറഞ്ഞിട്ടുണ്ടാവും, വോളിയം കുറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവും, അല്ലേ. അപ്പം അങ്ങനെ മാറ്റം വരുന്ന അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തെർമോഡൈനാമിക് വേരിയബിൾസ് ആയിരിക്കും എന്ത്? എക്സ്റ്റൻസീവ് ആയിട്ട് വരും. നോക്കിക്കോ, എക്സ്റ്റൻസീവ് വേരിയബിൾ, തെർമോഡൈനാമിക് വേരിയബിൾസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനാണ് എക്സ്റ്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുക. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഞാൻ വെള്ളം കുടിച്ചപ്പോൾ ഇതിനകത്ത് മാറിയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എക്സ്റ്റൻസീവ് ആയിരിക്കും. ഏതൊക്കെയായിരിക്കും? മാസ്, വോളിയം, നമ്പർ ഓഫ് മോൾസ് ഒക്കെ എക്സ്റ്റൻസീവ് ആയിരിക്കും. ഇനി എന്തായിരിക്കും ഇൻറ്റൻസീവ്? ഈ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അതായത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നു, അപ്പം ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെള്ളം കുടിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെൻസിറ്റിക്ക് മാറ്റം വന്നിട്ടുണ്ടാവോ? ഉണ്ടാവില്ല, അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റം വരാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഡെൻസിറ്റി, അതേപോലെ തന്നെ എന്താണ് വിസ്കോസിറ്റി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാറ്റം വരാണ്ടുണ്ടാവും. അങ്ങനത്തെ മാറ്റം വരാത്ത ആൾക്കാരായിരിക്കും ഇൻറ്റൻസീവ് വേരിയബിൾസ്. നോക്കിക്കോ, എക്സാമ്പിൾ നോക്കിക്കോ,
thermodynamic variables that does not depends on the quantity of matter. That does not depends on the quantity of matter. Example, ഇപ്പോൾ നോക്കി ഇതൊരു 30 ഡിഗ്രി സെൽഷ്യസിലെ വെള്ളമായിരിക്കും, ഞാൻ കുറച്ച് കുടിച്ചാലും അത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, ഇതൊക്കെ നമുക്ക് എവിടെ പറയാം? ഇന്റൻസീവിൽ പറയാം. പറഞ്ഞ മനസ്സിലായല്ലോ? എക്സ്റ്റെൻസീവായി, ഇന്റൻസീവായി. എക്സ്റ്റെൻസീവ് എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇന്റൻസീവ് എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരാണ്. കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ എക്സാമ്പിൾസും കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഈ തെർമോഡൈനാമിക് വേരിയബിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാം. എന്തായിട്ടാ? പാത്ത് ഫംഗ്ഷൻസും സ്റ്റേറ്റ് ഫംഗ്ഷൻസും ആയിട്ട്. എന്താണ് ആ പേര് തന്നെ ഉണ്ട്, പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിനാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നോക്കോ, തെർമോഡൈനാമിക് വേരിയബിൾസിൽ പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? പാത്ത് ഫംഗ്ഷൻസ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്തായിരിക്കും? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അവർ ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റ്സിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടാൽ മനസ്സിലാവില്ല, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഫോളോഡ് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കണം, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ കോഴിക്കോട് നിൽക്കുക, നമ്മൾ രണ്ടുപേരും കോഴിക്കോട് ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മൾ രണ്ടുപേരും നാളെ ഒരേ സമയത്ത് നമ്മൾ ഊട്ടിയിലെത്താൻ പോവാണ്. രണ്ടുപേരും നാളെ ഒരേ സമയത്ത് ഊട്ടിയിലെത്താൻ പോവാം. ഊട്ടി ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും നാളെ എന്താണ് ഊട്ടിയിൽ ഒരേ സമയത്ത് എത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചൂസ് ചെയ്യാൻ പോണ പാത്ത് വേറെ വേറെ. നമ്മൾ രണ്ടുപേരും ചൂസ് ചെയ്യാൻ പോണ പാത്ത് വേറെ. ഞാൻ ചൂസ് ചെയ്യുന്നതാ ഈ ഒരു ഗ്രീൻ പാത്താണ്. ഈ ഒരു ഗ്രീൻ പാത്താണ്. നിങ്ങൾ ഇതേപോലെ ചൂസ് ചെയ്ത പാത്ത് ഇതാ നോക്കിക്കോ. നിങ്ങൾ ഇതേപോലെ ചൂസ് ചെയ്ത പാത്ത് കുറച്ച് കഷ്ടപ്പെട്ട ഒരു പാത്തായിരുന്നു. നോക്കിക്കോ, ആ റോഡ് ഒന്നും പണി കഴിയാത്ത ഒരു കഷ്ടപ്പെട്ട ഒരു പാത്തിലൂടെയാണ് നിങ്ങൾ പോയത്. ഓക്കെ. നിങ്ങൾ പോയ പാത്താണ് യെല്ലോ പാത്ത്. ഓക്കെ. അപ്പോൾ നോക്കിക്കോ, ഇവിടുന്ന് നമ്മൾ തുടങ്ങി, ഇവിടുന്ന് നമ്മൾ അവസാനിക്കുന്നത്, രണ്ടുപേരും തുടങ്ങിയ സ്ഥലം അവസാനിക്കുന്ന സ്ഥലം ഒന്ന് തന്നെയാണ്. ഓക്കെ. എന്നാൽ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും രണ്ടുപേർക്കും എടുക്കേണ്ടി വന്നിട്ടുള്ള എഫേർട്ട് രണ്ടും വേറെ വേറെ ആയിരിക്കും. നിങ്ങൾക്കൊരു പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലൂടെയാണ് പോകേണ്ടി വന്നത്, എനിക്ക് എന്നാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോട്ടിൽ കൂടെ പോകാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വർക്ക്, നമ്മൾ രണ്ടുപേരും ചെയ്ത വർക്കിൻ്റെ എമൗണ്ട് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ വർക്കൊക്കെ ഈ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആയിരിക്കും. അതൊക്കെ എന്തായിരിക്കും? ഈ പാത്ത് ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ പോയ വഴിൻ്റെ ദൂരവും ഞാൻ പോയ വഴിൻ്റെ ദൂരമൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? അപ്പം ആലോചിച്ച് നോക്ക്, പെട്രോളിൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ എന്താണ് പെട്രോളിന് ആവശ്യമായിട്ടുള്ള എന്താണ് പെട്രോളിൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ പെട്രോളിൻ്റെ എമൗണ്ട് അതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? സോ എന്താണ് ഹീറ്റ് അതൊക്കെ എന്തായിരിക്കും? നമ്മളെ പാത്ത് ഫംഗ്ഷൻ ആയിരിക്കും. അതൊക്കെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ട്, ആലോചിച്ച് നോക്ക്, ടെമ്പറേച്ചർ. ഞാനും നിങ്ങളും കോഴിക്കോട് വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്ത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഓക്കെ. എന്നാൽ നമ്മൾ രണ്ടുപേരും നാളെ ഊട്ടിയിലെത്തുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ നോക്കിക്കോ, ഏത് പാത്തിന് പോയാലും നമ്മൾ രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിലെ ഡിഫറൻസ് എന്താ? സെയിം ആണ് അല്ലേ? അപ്പോൾ അത് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇതേപോലെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹീറ്റ്, വർക്കൊക്കെ എന്തായിരിക്കും? അതൊക്കെ പാത്ത് ഫംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? പാത്ത് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആണ് ഹീറ്റ്, വർക്ക്. സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ കഴിഞ്ഞു. പാത്ത് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ്, ഹീറ്റും വർക്കും ഓർത്ത് വെക്കുക. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഫോളോഡ് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി. കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സീറോത്ത് ലോയിലേക്ക് പോകാം. സീറോത്ത് ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഇഫ് ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ ഇൻ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി, ദെൻ എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇപ്പം ഇവിടെ ആദ്യം എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ട് സിസ്റ്റം ഉണ്ട്. എയും ബിയും രണ്ട് സിസ്റ്റമേ ഉള്ളൂ. ഓക്കെ. അപ്പം എന്റെ ടെമ്പറേച്ചർ ഞാൻ പറയുകയാണ് ഒരു 400 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ബിൻ്റെത് ഞാൻ പറയുന്നത് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ആദ്യം എയും ബിയും മാത്രമേ ഉള്ളൂ. ഓക്കെ. എയും ബിയും മാത്രമേ ഉള്ളൂ. ഇനി ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഞാൻ ആരെ കൊണ്ടുവച്ച്? അഡയബാറ്റിക് വോളിനെ കൊണ്ടുവച്ച്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഹീറ്റ് പറഞ്ഞാൽ എന്താ? ഹീറ്റ് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്. സോ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. സോ ഹീറ്റ് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റില്ല, കാരണം നടുവിൽ അഡയബാറ്റിക് വോളാണ്. സോ ഇവർക്ക് ഇനി സെയിം ടെമ്പറേച്ചർ ആകാൻ ഒരു സ്കോപ്പും ഇല്ല, തെർമൽ ഇക്വിലിബ്രിയത്തിലാവാൻ ഒരു സ്കോപ്പും ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മുകളിൽ വേറൊരു സിസ്റ്റം സി കൊണ്ടുവയ്ക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടിങ് വോളും കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ. സീൻ്റെ ടെമ്പറേച്ചർ ഞാൻ പറയുകയാണ് അതൊരു 200 ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? എന്ന് സിയിലോട്ട് ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ പറ്റും, കാരണം അത് കണ്ടക്ടിങ് വോളാണ്. ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എത്ര നേരം വരെ ഫ്ലോ ചെയ്യും? എ ഇസ് ഈക്വൽ ടു സി ആകുന്ന വരെ ഫ്ലോ ചെയ്യും അല്ലേ? ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന ടെമ്പറേച്ചർ കൂടുന്ന സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. എങ്ങനെ? ആ ടെമ്പറേച്ചർ സെയിം ആവുന്നവരെ. സോ എ ഇസ് ഈക്വൽ ടു സി ആവുന്നവരെ ഫ്ലോ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, എ ഇങ്ങനെ തണുത്ത് വരികയാണ്, സി ഇങ്ങനെ ചൂടായി വരികയാണ്. ഇവരുടെ ഇടയിലുള്ള ഒരു ടെമ്പറേച്ചറിലൊക്കെ ഇത് പോകാൻ പോകണം, ഏകദേശം 300 അടുത്തേക്കൊക്കെ പോകാൻ പോകണം. സോ ഇവിടെ സി വലുതും പിന്നെ ബി ചെറുതുമാണ്. സോ സീൻ്റെ ടെമ്പറേച്ചർ കൂടുതലും ബിൻ്റെ ടെമ്പറേച്ചർ കുറവാകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഹീറ്റ് ഫ്ലോ നടക്കും, സിന്ന് ബിയിലേക്ക് ഒരു ഹീറ്റ് ഫ്ലോ നടക്കും. എത്ര നേരം വരെടാ? ആലോചിച്ച് നോക്ക്, ബിൻ്റെയും സിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്ന പോലെ.
ഓക്കെ, അങ്ങനെ ആഫ്റ്റർ കുറച്ച് സമയം ആലോചിച്ച് നോക്കണം, എ ഇസ് ഈക്വൽ ടു സി യു ആകുന്നു, ബി ഇസ് ഈക്വൽ ടു സി യു ആകുന്നു. അങ്ങനെയാണ് എ ഇസ് ഈക്വൽ ടു ബി ആകുന്നില്ലേ, എ ഇസ് ഈക്വൽ ടു ബി ആകുന്നില്ലേ? ഇതാണ് സീറോത്ത് ലോ പറയുന്നത്. അതായത് ഇഫ് ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി, then A and B are also in thermal equilibrium. ഇതാണ് നമ്മളെ സീറോത്ത് ലോ പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? കഴിഞ്ഞു, സീറോത്ത് ലോ അവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതാ ഫസ്റ്റ് ലോയിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. ഫസ്റ്റ് ലോന് വേണ്ടിയിട്ട് ഹീറ്റ് എന്താ, ഇന്റേണൽ എനർജി എന്താണ്, വർക്ക് എന്താണെന്നൊരു ഐഡിയ വേണം. ഇന്റേണൽ എനർജി പറഞ്ഞാൽ ഒന്നുമില്ലടാ, ടോട്ടൽ എനർജി വിത്തിൻ എ തെർമോഡൈനാമിക് സിസ്റ്റം. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന് ടോട്ടൽ എനർജിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. പ്രശ്നമല്ലോ. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇന്റേണൽ എനർജി ഉണ്ടല്ലോ, ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അറിയോ? ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി യു കൊണ്ടൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. യു ഇത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇന്റേണൽ എനർജി കുറയും. ഓക്കെ അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റേണൽ എനർജി മനസ്സിലായി? ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കോ. ഫോർ സൈക്ലിക് പ്രോസസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സീറോ ആണ്. ഫോർ സൈക്ലിക് പ്രോസസ് എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സീറോ ആണ്. അതായത് സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താടാ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഇതൊരു PV ഡയഗ്രമാണ്. ഇവിടുന്ന് ഒരു പ്രോസസ്സ് തുടങ്ങി തിരിച്ച് ഇവിടെ എങ്ങനെ എത്തുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിനൊക്കെ ഇന്റേണൽ എനർജി ചേഞ്ച് സീറോ ആയിരിക്കും. ഡെൽറ്റ യു എന്തായിരിക്കും? സീറോ ആയിരിക്കും. കാരണം തുടങ്ങുന്ന സ്ഥലത്തുള്ള ഇന്റേണൽ എനർജി എന്നല്ലേ തിരിച്ചെത്തിയിട്ട് ഇവിടെ എത്തുമ്പോഴും ഉണ്ടാവുക. സോ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല, ഡെൽറ്റ യു സീറോ ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്, ഓർത്ത് വെക്കുക കേട്ടോ. ഫോർ സൈക്ലിക് പ്രോസസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു സീറോ. ഈ ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി കൂടി. ഓക്കെ, ഈ സൈൻ കൺവെൻഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. സൈൻ കൺവെൻഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സൈൻ കൺവെൻഷൻ പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ, നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാലോചിച്ച് വെക്കുക. അതായത് എൻ്റെ ഇന്റേണൽ എനർജി പറഞ്ഞാൽ എൻ്റെ ടോട്ടൽ എനർജി, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ടോട്ടൽ എനർജി, അതിനാണ് ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള എനർജി. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കണം, എൻ്റെ എനർജി കൂടുന്നത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? എൻ്റെ ഉള്ളിലുള്ള എനർജി കൂടുന്നത് നല്ല കാര്യമാണ് അല്ലേ? സോ ഇന്റേണൽ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവായിട്ട് എടുക്കണം. നല്ല കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പോസിറ്റീവായിട്ട് എടുക്കും. ഓക്കെ, കെമിസ്ട്രിയിലുള്ള സൈൻ കൺവെൻഷനായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യാൻ വേണം. എവിടെ? നമ്മളെ വർക്കിൻ്റെ കേസിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്റേണൽ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ? അങ്ങനെ ഇന്റേണൽ എനർജി കൂടണേ അവിടെ ടെമ്പറേച്ചറും കൂടണം അല്ലെ? ടെമ്പറേച്ചർ കൂടിയാലേ ഇന്റേണൽ എനർജി കൂടുള്ളൂ, അപ്പോഴാണ് അത് പോസിറ്റീവായിട്ട് എടുക്കുക അല്ലേ? ഇന്റേണൽ എനർജി കുറയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഒരു നെഗറ്റീവായുള്ള കാര്യമാണ്. സോ അതിന് നമ്മൾ നെഗറ്റീവ് എടുക്കും. ഓക്കെ, അങ്ങനെ ഇന്റേണൽ എനർജി എപ്പോഴാണ് കുറയുക? ടെമ്പറേച്ചർ കുറഞ്ഞാലാണ് ഇന്റേണൽ എനർജി കുറയുക. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതല്ലേ? ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എഴുതാം. വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇന്റഗ്രൽ V1 to V2 P ഡെൽറ്റ വി അല്ലെങ്കിൽ PdV എന്ന് പറയുന്നതാണ് വർക്കിന്റെ ജനറൽ ഫോം. ഇതാണ് വർക്കിന്റെ എന്ത് വരിക? ജനറൽ ഫോം. ഓക്കെ, അപ്പം വർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ചേഞ്ച് ഇൻ വോളിയം വേണം. വർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ചേഞ്ച് ഇൻ വോളിയം വേണം. ചേഞ്ച് ഇൻ വോളിയം ഇല്ലെങ്കിൽ വർക്ക് ഉണ്ടാവുമോ? ഇല്ല. ചേഞ്ച് ഇൻ വോളിയം ഉണ്ടെങ്കിലേ വർക്ക് ഉണ്ടാവുള്ളൂ. ചേഞ്ച് ഇൻ വോളിയം ഇല്ലാതിരിക്കുകയാണെങ്കിൽ വർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാണ്. വർക്കിന്റെ അപ്പോൾ ജനറൽ ഫോമാണ് ഇന്റഗ്രൽ V1 to V2, അതായത് V1 to V2 P ഇൻറ്റു ആ ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. കഴിഞ്ഞു. ഇനി വർക്കിന്റെ സൈൻ കൺവെൻഷൻ നോക്കിക്കോ. ഇതും ഇതേപോലെ തന്നെ ആലോചിച്ച് നോക്കണം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഞാനൊരു പണി എടുക്കുന്നത് നല്ല കാര്യമാണോ മോശക്കാണിയാണോ? നല്ല കാര്യമാണ്. ഞാൻ ഒരു പണി എടുക്കുക പറഞ്ഞാൽ നല്ല കാര്യമാണ്. എൻ്റെ മുകളിൽ എല്ലാവരും കൂടെ പണി എടുപ്പിക്കേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കാര്യമാണ്. സോ ഞാൻ പണി എടുക്കുക, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, അത് പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ആലോചിച്ച് നോക്കണം, ഇവിടെ ഒരു ഗ്യാസ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്യാസ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഗ്യാസ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് എക്സ്പാൻഡ് അല്ലേ ചെയ്യുക? ഗ്യാസ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുക. ഇതൊരു പിസ്റ്റൺ ആണ്. മുകളിൽ എന്താണ്? നമ്മൾ പിസ്റ്റണൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പ്രഷർ കൊടുത്തത് താഴും, പിന്നെ ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്താൽ പിസ്റ്റൺ മുകളിലേക്ക് പൊന്തും, ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ്പാൻഷൻ ആണ്. പിസ്റ്റൺ മുകളിലോട്ട് പോകുന്ന അവസ്ഥയാണ് അല്ലേ? അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എക്സ്പാൻഷൻ ആണ്. സോ അതൊക്കെ പോസിറ്റീവ് ആയിരിക്കും, നല്ലൊരു കാര്യമാണ്. നോക്കിക്കോ, അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താക്കി എടുക്കണം? പോസിറ്റീവ് ആക്കി എടുക്കണം. ഇതേപോലെ തന്നെ ആലോചിച്ച് നോക്കണം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഞാൻ ഈ പിസ്റ്റണിൽ പിടിച്ച് എന്താണ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, അതെന്താണ്? ഒരു നെഗറ്റീവ് കാര്യമാക്കി എടുക്കുക. സോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൺ ദ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെവിടെ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ സംഭവിക്കുക? കംപ്രഷൻ ആയിരിക്കും സംഭവിക്കുക. മുകളിൽ താഴ്ത്തോട്ട് പിടിച്ചാൽ അമർത്തിയാൽ കംപ്രഷൻ ആയിരിക്കും സംഭവിക്കുക. സോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ കംപ്രഷൻ എന്നൊക്കെ ഘട്ടങ്ങൾ എന്ത് എഴുതണം? നെഗറ്റീവ് എഴുതണം. വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ ഓർ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് എഴുതണം. കഴിഞ്ഞല്ലോ. ഇനി അതേപോലെ തന്നെ ഹീറ്റ് എന്താണ്? എടാ, ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഓൺലി വെൻ ബോഡീസ് ആർ അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറുള്ള ബോഡീസ് ഉണ്ടെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് ഹീറ്റ്. ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് ഫ്ലോ ചെയ്യുക, അതും മനസ്സിലായി. ഇനി ഇതും കൂടെ ഓർത്ത് വെക്കുക, ഹീറ്റ് ഗിവൺ ഇൻ ടു എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് അല്ലെങ്കിൽ ആ സിസ്റ്റം അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിറ്റീവ് ആക്കി എടുക്കുക.
ഓക്കെ, അബ്സോർബ് ചെയ്യുന്ന നല്ലൊരു കാര്യം. ഓക്കെ, ഈ ഹീറ്റ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നെഗറ്റീവ് ആക്കി എടുക്കാം. ഓക്കെ അല്ലേ, മനസ്സിലാക്കുക. റിജക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ളത്, അബ്സോർബ് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ളത്. ഈ സൈൻ കൺവെൻഷൻ കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് കിടക്കാം. നോക്കിക്കോ, ഇതാ ഫസ്റ്റ് ലോയിലേക്ക് നമ്മൾ കിടക്കാം. അതിന് മുന്നേ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. നോക്കിക്കോ, ഫൈൻഡ് വെദർ ദ വർക്ക് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫ്രം ദ ഫോളോയിങ്. നിങ്ങൾ പറ, ഇതൊരു PV ഡയഗ്രാമാണ്. ഇവിടെ ഇങ്ങനെ എനിക്കൊരു ഗ്രാഫ് കിട്ടി, ഇങ്ങനെ എനിക്കൊരു ഗ്രാഫ് കിട്ടി. ഇത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും നെഗറ്റീവ് വർക്ക് ആയിരിക്കും നിങ്ങൾ പറഞ്ഞിരുന്നു. ഇത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ആലോചിച്ച് നോക്ക്, ഇത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്. ആദ്യം ഇത് ഇവിടെ നിന്ന് തുടങ്ങി പിന്നെ ഇവിടെ അവസാനിച്ചെന്നാണ് ഈ ആരോ സൂചിപ്പിക്കുന്നത്. സോ ആദ്യമുള്ള വോളിയം ഇത് ഇവിടെയായിരുന്നു, അവസാനിപ്പിച്ച വോളിയം ഇവിടെയായിരുന്നു. സോ വോളിയം ആക്സസിൽ ഇത് ചെറിയൊരു പോയിന്റ് ആണ്, ഇത് കൂടിയൊരു ലെങ്ത്തും ആണ് അല്ലേ. സോ ഇവിടെ എക്സ്പാൻഷൻ നടന്നത്, എക്സ്പാൻഷൻ നടന്നാൽ നമ്മളതിനെ പോസിറ്റീവ് ആക്കി എടുക്കണം. ഓക്കെ, ഞാൻ അടുത്തൊരു ഗ്രാഫ് ഇതേപോലെ തന്നെ വരയ്ക്കുകയാണ്, ഒരു PV ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് ഇത് ഇങ്ങനെ തന്നെയാണ്, ആരോയിൽ പക്ഷേ ചെറിയ വ്യത്യാസം വന്നു. നോക്കിക്കോ, ബാക്കോട്ടാണ്. സോ ഇത് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? ഇത് കംപ്രഷനാണ്. കാരണം ആദ്യമുള്ള വോളിയം ഇവിടെയായിരുന്നു, പിന്നെ അത് ഇവിടെ എത്തി. സോ ഇത് കംപ്രഷനാണ് അല്ലേ. കംപ്രഷൻ ആണെങ്കിൽ അത് ആരോ ബാക്കോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുന്നത് കംപ്രഷൻ ആണ്. കംപ്രഷൻ ആണെങ്കിൽ നെഗറ്റീവ് വർക്കാണ് നിങ്ങൾക്ക് മനസ്സിലാകണം. ഓക്കെ അല്ലേ. ഞാൻ വേറൊരു ചോദ്യം കൂടെ തരാം. എന്നാൽ ഇതൊരു PV ഗ്രാഫാണ്. ഇതൊരു PV ഗ്രാഫാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇവിടുത്തെ വർക്കിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടുത്തെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വർക്കിന്റെ വരിക? എത്ര ആയിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ഞാൻ പറഞ്ഞു വർക്കിന് ചേഞ്ച് ഇൻ വോളിയം വേണം. ചേഞ്ച് ഇൻ വോളിയം ഇല്ലേ വർക്ക് ഉണ്ടാവില്ല. ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടോ? ഇല്ല. പ്രഷർ കൂടുന്നുണ്ട്, പക്ഷേ വോളിയത്തിന് ഒരു മാറ്റവും വരുന്നില്ല അല്ലേ. സോ ഇവിടുത്തെ വർക്ക് 0 ആയിരിക്കും. പറഞ്ഞതിന്റെ ഐഡിയ മനസ്സിലായോ? ക്ലിയർ. ഇനി നോക്കിക്കോ, വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ തരാം. നോക്കിക്കോ, ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നോക്കിക്കോ, ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. സൈക്ലിക് പ്രോസസ്സാണ്. അങ്ങനെയാണ് ഈ സൈക്കിളിന്റെ വർക്ക് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുക? ഈ സൈക്കിളിന്റെ വർക്ക് എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ജസ്റ്റ് ഇതിങ്ങനെ ഒരു ലൈന് തന്നു വിചാരിക്കും, ഇങ്ങനെ ഒരു ലൈന് തന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ PV ഗ്രാഫിന്റെ താഴത്തോട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചാലാണ് നിങ്ങൾക്ക് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുക. എന്താണ് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടുക? ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ തന്നിട്ട് വിചാരിക്കും PV ഗ്രാഫിൽ. ആ 2 പോയിന്റ്സും നീട്ടി വരച്ച് Bയിലേക്ക് വരച്ചിട്ട് ഉള്ളത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇതേപോലെ തന്നെ ഇതിന്റെ വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാ ഈ ലൈനിന്റെ താഴത്തോട്ട് ഇങ്ങനെ Bയിലേക്ക് വരയ്ക്കുക, വോളിയം ആക്സസിലേക്ക് വരയ്ക്കുക. അതിന്റെ താഴെയുള്ള ഈ ഷെയ്ഡഡ് ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ആണ് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് തരിക. ഇനി ആ വർക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആ ആരോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ഒരു സൈക്ലിക് പ്രോസസ് ആയിരിക്കും. സൈക്ലിക് പ്രോസസ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ളിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഞാൻ പറയാം, ഇതിന്റെ ഒരു റേഡിയസ് 6 തരികയാണ്, നിങ്ങൾക്ക് ഉള്ളിലുള്ള ഏരിയ കണ്ടുപിടിച്ചൂടെ? πr² ആണ്. സോ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു കിട്ടും. ഓക്കെ, ഇനി എന്താണ് മനസ്സിലാക്കണം? ക്ലോക്ക് വൈസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ടേൺ എങ്കിൽ, ക്ലോക്ക് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ആരോ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവ് വർക്കാക്കി എടുത്തോളണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ അത് നെഗറ്റീവ് ആക്കി എടുത്തോളണം. പറഞ്ഞ മനസ്സിലായല്ലോ. സോ ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് പോസിറ്റീവ് വർക്കാണ്. ഏരിയ എത്ര ആയിരിക്കും? π×r² ആയിരിക്കും. സോ +πr² ആയിരിക്കും ഇതിന്റെ വർക്ക് വരിക, +πr². ഓക്കെ അല്ലേ. റേഡിയസ് 6 തന്നു ഞാനിവിടെ. സോ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും? ഈ സർക്കിളിന്റെ ഏരിയ എത്ര ആയിരിക്കും? πr². സോ +πr² ആയിരിക്കും ഇതിന്റെ വർക്ക് വരിക. ഇതേപോലെ തന്നെ ആരോ നേരെ തിരിച്ചിടുകയാണെങ്കിൽ അത് -πr² ആയിരിക്കും വരിക. ഓക്കെ അല്ലേ. പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ, അപ്പോൾ സൈക്ലിക് പ്രോസസ്സിന്റെ PV ഡയഗ്രാം നമ്മൾ കഴിഞ്ഞു. ഇതാ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് നമ്മൾ കിടക്കുന്നത്. നോക്കിക്കോ, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇത് ഒബേ ചെയ്യുന്നുണ്ട്. ഇനി നോക്കിക്കോ, ടോട്ടൽ എനർജി ഗിവൺ ഇൻ ടു എ സിസ്റ്റം ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആൻഡ് ചേഞ്ച് ഇൻ വർക്ക് ഡൺ. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അതിന്റെ ഇന്റേണൽ എനർജി വർദ്ധിപ്പിക്കാനും പിന്നെ അതേപോലെ വർക്ക് ചെയ്യാനും. സോ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് 2 കാര്യത്തിന് ഉപയോഗിക്കുന്നു. ഒന്ന് അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും പിന്നെ ആ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനും. ഓക്കെ അല്ലേ. ഈ വർക്കിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടാ, P∆V എന്നൊക്കെ എഴുതി കൂടെ. സോ വേണമെങ്കിൽ ആ ∆W നമുക്ക് ഇതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ∆Q = ∆U പ്ലസ് ∆W വരുന്ന ടേം നമുക്ക് എന്താക്കാം? P∆V എന്നും കൂടെ എഴുതാം. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻസ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അതായത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരു 100 ജൂൾ ഓഫ് ഹീറ്റ് കിട്ടി. നോക്കോ, എനിക്ക് ഒരു 100 ജൂൾ ഓഫ് ഹീറ്റ് കിട്ടി. ഞാൻ അതിൻ്റെ അകത്ത് 40 ജൂൾ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവണടാ? ബാക്കി 60 ഞാൻ ഇന്റേണൽ എനർജിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവണം. കിട്ടിയത് = നമ്മൾ ഉപയോഗിച്ചത് അല്ലേ. 100 ജൂളിൽ 40 ജൂൾ വർക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 60 എന്താക്കി എടുക്കണം? ഇന്റേണൽ എനർജിക്ക് ഉപയോഗിക്കണം. ഇത് തന്നെ. സോ കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. കിട്ടിയ എനർജി = നമ്മൾ യൂസ് ചെയ്ത എനർജി. ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ ജനറലി ഒരു ഐഡിയ വേണം. എന്താണ് ഐസോതെർമൽ പ്രോസസ്സ്, എന്താണ് ഐസോബാറിക് എന്നൊക്കെ ഒരു ഐഡിയ വേണം. ഐസോതെർമൽ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും.
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടാകുമോ? ഇല്ല. ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ഐഡിയൽ ഗ്യാസിന്റെ അല്ലേ. സോ ഈ ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി കൂടുള്ളൂ. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവില്ല, അത് 0 ആയിരിക്കും. അതേപോലെ തന്നെ ടെമ്പറേച്ചറിൽ മാറ്റേണ്ട ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ? ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഐസോതെർമലിൽ ഡെൽറ്റ ടി 0 ആണ്, ഡെൽറ്റ യു 0 ആണ്. മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അഡയബാറ്റിക് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. പി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. ഡെൽറ്റ പി ഈക്വൽ ടു 0 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇനി വേണമെങ്കിൽ ഐസോകോറിക്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആലോചിച്ച് ഇവിടെ വർക്ക് ഉണ്ടാവുമോ? ഇല്ല. വോളിയം ചേഞ്ച് ചെയ്താലേ വർക്ക് ഉണ്ടാവുള്ളൂ. സോ വർക്ക് 0 ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോ, ഫോർ ഐസോതെർമൽ പ്രോസസ് എന്താണ് ഇതിനകത്ത് ആൻസർ വരിക? ടി ഇസ് എ കോൺസ്റ്റന്റ്. ശരിയാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ യു 0 അല്ലടാ വരിക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഡെൽറ്റ യു 0 ആണ് വരിക. ഓക്കെ, അതും ശരിയാണ്. ഇനി അടുത്ത ഡെൽറ്റ ക്യൂസിക്കൽ ഡെൽറ്റ ഡബ്ല്യു, അത് ശരിയാണോ നോക്കാം. ആണ്, ശരി. കാരണം എന്താ? ഡെൽറ്റ ക്യൂസിക്കൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലോ പ്രകാരം. ഇത് ഫസ്റ്റ് ലോന്റെ ഐസോതെർമൽ പ്രോസസിന്റെ ഫസ്റ്റ് ലോ. അത് സംഭവം നോക്കിക്കോ, ഡെൽറ്റ യു 0 ആണ് വിചാരിക്കും. ഡെൽറ്റ യു 0 ആണ്, ഡെൽറ്റ ക്യൂസിക്കൽ ഡെൽറ്റ ഡബ്ല്യു. സോ ഈ 3 ഓപ്ഷനും ശരിയാണ്. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. പറഞ്ഞതിന്റെ ഐഡിയ മനസ്സിലായോ? ഇത് അടുത്ത് നോക്കിക്കോ, ഫോർ അഡയബാറ്റിക് പ്രോസസ് ആ ഫസ്റ്റ് ലോ എങ്ങനെ എഴുതാൻ പറ്റുന്നു? അഡയബാറ്റിക് പ്രോസസ് നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അല്ലേ. സോ ഡെൽറ്റ ക്യൂ 0 എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും ആൻസർ വരിക. ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. സോ അതിന്റെ ആൻസർ കിട്ടിയതാ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. നോക്കിക്കോ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കോ. ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം വിച്ച് അബ്സോർബ്ഡ് 8400 ജൂൾ ഓഫ് ഹീറ്റ്. അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്താടാ? പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ക്യൂ പോസിറ്റീവ് ആയിരിക്കും. അത് എത്രയാണ്? 8400 ജൂൾ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡൺ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലേ. ആൻഡ് ഡൺ 400 ജൂൾ ഓഫ് വർക്ക്. സോ ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. സോ അതും പോസിറ്റീവ് ആണ്. എത്രയാണ്? 400 ജൂൾ. സോ നമ്മളോട് ചോദിച്ച ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ചോദിച്ചത് ഡെൽറ്റ യു ആ ചോദിച്ചത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഇംപ്ലൈസ് ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് വെച്ചാൽ എത്രയുടെ വരിക? ഡെൽറ്റ ക്യൂ എത്ര? 8400 മൈനസ് ഡെൽറ്റ ഡബ്ല്യു എത്ര? 400. 8400 മൈനസ് 400 പറഞ്ഞാൽ എത്രയാണ്? 8400 മൈനസ് 400 പറഞ്ഞാൽ 8000 ജൂൾ. 8000 ജൂൾ എന്ന് വരും, അല്ലെങ്കിൽ 8 കിലോ ജൂൾ എന്നൊക്കെ വരും. ഇതാണ് ആൻസർ വരിക. സോ ഇന്റേണൽ എനർജി ചേഞ്ച് എത്രയാണ്? 8 കിലോ ജൂൾ കൂടി. ഓക്കെ, ഇന്റേണൽ എനർജി ഇൻക്രീസ് ആണ് ചെയ്തത്. ഓക്കെ, കാരണം പ്ലസ് ആണ് അവിടെ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കിക്കോ, സി പി സി വി തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ സി പിയും സി വി എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ ജസ്റ്റ് പറയാൻ പോകുന്നത്. നിങ്ങൾ തെർമൽ പ്രോപ്പർട്ടീസിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നോക്കുക, അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഹോൾ ബോഡി ബൈ 1 യൂണിറ്റ്. ഒരു ഹോൾ ബോഡീൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാൻ ആവശ്യമുള്ള ഹീറ്റിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ ജസ്റ്റ് ഡെഫിനേഷൻ ഒന്ന് മാറും. ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഹോൾ ബോഡി മാറ്റിയിട്ട് യൂണിറ്റ് മാസ് അല്ലേ. അപ്പം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. സി ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നോക്കോ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഗ്രാം അല്ലെങ്കിൽ സ്മോൾ സിഒ. നിങ്ങൾ എന്താ പഠിച്ചത് എനിക്കറിയില്ല. നിങ്ങൾ ഈ ഒരു നൊട്ടേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് അനുസരിച്ച് ഫോളോ ചെയ്യാം. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഗ്രാം ഞാൻ എടുക്കുകയാണ് എന്ന് വെച്ചാൽ ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ ആ ഇക്വേഷൻ്റെ ബൈ ഒരു എം വരും. നേരത്തെ ഈ ഇക്വേഷൻ്റെ ഡിവൈഡഡ് ബൈ ഒരു എമ്മും കൂടെ വരും. സോ സി ഗ്രാം ഇസ് ഈക്വൽ ടു നേരത്തെ എസ്, അതായത് ഹീറ്റ് കപ്പാസിറ്റി ബൈ ഒരു എം വരും, വിച്ച് മീൻസ് ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, ഡെൽറ്റ ക്യൂവിൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ അല്ലേ, എനർജിയാണ്. എം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഒക്കെ പഠിച്ച് ഓർമ്മ ഉണ്ടോ? അതിൻ്റെയൊക്കെ ഒരു ഐഡിയ വേണം. തെർമൽ പ്രോപ്പർട്ടീസ് പഠിച്ചൊക്കെ നമുക്ക് എന്താണ് ലോജിക്കലി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നോക്കിക്കോ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സി മോളാർ എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. ഒന്നുമില്ല, നേരത്തെ നമ്മൾ യൂണിറ്റ് മാസിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടാൻ ആവശ്യമുള്ള ഹീറ്റ് എന്നാണ് പറഞ്ഞത്. അതെന്താ? ഗ്രാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. സോ നിങ്ങൾക്ക് ഇക്വേഷനിൽ നേരത്തെ എം വന്നോടത്ത് ഇപ്പോൾ ഒരു എൻ വരും, അത്രേ ഉള്ളൂ. സോ സി മോളാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. സി ഗ്രാം എന്തായിരുന്നു? ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഈ സി മോളാറും സി ഗ്രാമും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? സി മോളാർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം, മോളാർ മാസ് ഇൻറ്റു സി ഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താടാ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ മോളാർ മാസ് ഇൻറ്റു
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഇതും കൂടെ ഓർത്ത് വെച്ചോ കേട്ടോ, എവിടെയെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കിക്കോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ സാധനം ഇത് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവുക, സി പിയും സി വി ആയിട്ട്. ഒന്നുമില്ലടാ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആയിരുന്നു ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 unit എന്നായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി അത് കോൺസ്റ്റന്റ് പ്രഷറിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ആയിട്ടും കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റുമായിട്ട് മാറ്റാൻ പോവാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോ, ഈ സി പിയും സി വി ആയിട്ട് ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റിനെ എല്ലാവർക്കും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോളിഡ്സിന് വേണേൽ ക്ലാസിഫൈ ചെയ്യാം, ലിക്വിഡ്സിന് വേണേൽ ക്ലാസിഫൈ ചെയ്യാം, ഗ്യാസസിന് വേണേൽ ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ ഈ സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും സി പി സി വി വാല്യൂസ് എന്താണ്, സെയിം വാല്യൂസ് ആയിരിക്കും വരിക. അതായത് വളരെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോണ മേയേഴ്സ് റിലേഷൻ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ അങ്ങനത്തെ സാധനമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ സോളിഡ്സ് ആയാലും ലിക്വിഡ്സ് ആയാലും അവരുടെ സി പി സി വി വാല്യൂസ് സെയിം ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഗ്യാസസിന് വേണ്ടിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഗ്യാസസിന് മാത്രമേ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ സി മോളാർ നമ്മൾ ക്ലാസിഫൈ ആണ് സി പിയും സി വി ആയിട്ട്. എന്തിന്? ഗ്യാസസിന് വേണ്ടി മാത്രം നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ സി പി സി വി ഡെഫിനിഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. സി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് ഗ്യാസ് എന്ന് പറയണം. 1 mole ഓഫ് ഗ്യാസ് ത്രൂ 1 degree Celsius എറ്റ് സി പി അല്ല ഡിഫൈൻ ചെയ്യുന്നത്. സോ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ മനസ്സിലായല്ലോ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് ഗ്യാസ് ത്രൂ 1 degree Celsius അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ സിക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി എന്നൊക്കെ എഴുതാം. അപ്പോൾ സി പി സിക്വൽ എന്ത് വരടാ? ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്നൊക്കെ വരും. ഇതാണ് സി പിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ഓക്കെ, ഈ ഡെൽറ്റ ക്യൂവിനെ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ വെച്ചിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് റീപ്ലേസ് ചെയ്തൂടെ? സോ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സി വി ആണ് പറയുന്നത്. എന്തായിരിക്കും സി വി? എമൗണ്ട് ഓഫ് heat required to raise the temperature of 1 mole of gas through 1 unit at constant volume. നോക്കിക്കോ, amount of heat required to raise the temperature of 1 mole of gas through 1 degree Celsius at constant volume. മനസ്സിലായോ? അപ്പോൾ ഡെൽറ്റ ക്യൂ is equal to എൻ സി ബി ഡെൽറ്റ ടി എന്ന് അടുത്ത ഇക്വേഷൻ വരും. ഓക്കെ അല്ലേ. അപ്പോൾ സി വിൻ്റെ ഇക്വേഷൻ എങ്ങനെയാവും? ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്ന് വരും. സി വിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്ന് വരും. അടി ഈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പി ഡെൽറ്റ വി ടേം 0 ആയിപ്പോകും. കാരണം എന്താ? കോൺസ്റ്റന്റ് വോളിയം എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവുമോ? ഇല്ല. സോ ഈ ടേം 0 ആയിപ്പോകും. സോ നമുക്ക് കിട്ടും സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഡെൽറ്റ യുവിന് വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചോ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. നിങ്ങൾ മനസ്സിലായിക്കോ, ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ് ആയാലും ഡെൽറ്റ യു ഇസ് ഈക്വൽ എന്തായിരിക്കും? എൻ സി വി ഡെൽറ്റ ടി ആയിരിക്കും. ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ് ആയാലും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ആയിരിക്കും. ഓർത്ത് വെച്ചോ. ഇനി നമ്മൾ ഈ സി പിയും സി വിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, മേയേഴ്സ് റിലേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഞാൻ കൺസിഡർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. സോ സി പി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇവിടെ. നോക്കിക്കോ, കൺസിഡർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലോ എഴുതുക. ഫസ്റ്റ് ലോ എന്താണ്? ഡെൽറ്റ ക്യൂ സിക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ ക്യൂ സിക്വൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി ആ ഒരു കാര്യം ചെയ്യുക, എല്ലാ ടേമിനും ഞാൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ? എൻ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. എല്ലാ ടേമിനും ഞാൻ എന്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ? എൻ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ എൻ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഓക്കെ അല്ലടാ. ഈ ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി നോക്കിക്കോ, ആലോചിച്ച് നോക്ക്. ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? അത് സി പി ആയിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാ, ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്താ? സി പി ആണ്. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിലല്ല കൺസിഡർ 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടിനെ സി പി എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്കിക്കോ, ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി. അത് ഏത് തെർമോഡൈനാമിക് പ്രോസസ് ആയാലും, ഞാൻ പറഞ്ഞു ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ് ആയാലും ഡെൽറ്റ യു എൻ സി വി ഡെൽറ്റ ടി ആയിരിക്കും. സോ സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി ആണ് ഏത് പ്രോസസ് എടുത്താലും. സോ ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടിനെ സി വി എന്ന് എഴുതാം. അടി ഈ പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്തായിട്ട് വരും? പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും അല്ലേ. പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. കാരണം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി നമ്മൾ പഠിച്ചതാ. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറില്ലേ. സോ ഇത് ചേഞ്ച് ചെയ്യില്ല, പി ചേഞ്ച് ചെയ്യില്ല. പിന്നെന്താണ്? അപ്പോൾ ഈ പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്തായിരിക്കും? നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് അല്ലേ. സോ ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ പ്രഷറിനെ നമുക്ക് എന്താണ് വേരിയബിൾ അല്ല. സോ പി ഇൻറ്റു വോളിയം ഇവിടെ ചേഞ്ച് ചെയ്യാം. സോ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൻ മാറും കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അതും കോൺസ്റ്റന്റ് ആണ്. സോ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ഡെൽറ്റ വി ബൈ എൻ ഡെൽറ്റ ടി എന്താ കിട്ടുക? 6.
സോ നമുക്ക് കിട്ടി എന്താ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്ന് കിട്ടി, അല്ലെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടി. ഇതാണ് മേയേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടെ പഠിക്കും. സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ഗാമ എന്നൊക്കെ പഠിക്കും. സി പി ബൈ സി വി ഇസ് ഈക്വൽ ഗാമ, ഗാമേനെ അഡിയാബാറ്റിക് കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് പറയുക. ഇതും കൂടെ ഓർത്ത് വെച്ചോ, സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ഗാമ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡെറിവേഷൻ പാർട്ടിലേക്ക് വരുന്നത്. ഇനി നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയയും കൂടെ നമുക്ക് വരുത്തണം. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിനെ പറ്റിയിട്ടും അഡിയാബാറ്റിക് പ്രോസസ്സിനെ പറ്റി, ഐസോബാറിക്കിനെ പറ്റി, ഐസോകോറിക്കിനെ പറ്റിയും കുറച്ചും കൂടെ ഐഡിയാസ് നമുക്ക് പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പോൾ ഐസോതെർമൽ വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഉണ്ടാവില്ല, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഉണ്ടാവില്ല. അത് രണ്ടും 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെ എഴുതാം? അതായത് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു NRT അല്ലേ? ആലോചിച്ച് നോക്കണം. അവിടെ N എന്തായാലും ഒരു കോൺസ്റ്റന്റാ, R ഓൾറെഡി ഒരു കോൺസ്റ്റന്റാ, ടിയും കൂടെ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നല്ല വരിക. സോ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പറഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് പറയുന്നതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഫസ്റ്റ് ലോ എങ്ങനെ മാറ്റി എഴുതാം? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. പക്ഷേ ഡെൽറ്റ യു 0 ആയി. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു നമുക്ക് എഴുതാം. ഇതിൻ്റെ ഒരു പി വി ഡയഗ്രാം വരയ്ക്കണം. അതിനാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നൊക്കെ വരയ്ക്കുക. സോ പിയും വിയും വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കണം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റാ, R കോൺസ്റ്റന്റ്, N കോൺസ്റ്റന്റാ, പിന്നെ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് വരുന്നത്. പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുന്ന ലോ ആണ്. അത് എന്ത് ലോയാ? ബോയിൽസ് ലോ ആണ്. സോ ഇത് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബോയിൽസ് ലോൻ്റെ ഗ്രാഫാണ് നമുക്ക് ഇവിടെ വരിക. സോ എങ്ങനെ ഗ്രാഫ് വരിക? അതാ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഡെറിവേഷൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലേ? പാഠം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ സംഭവങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് ജനറലി വർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വർക്ക് ഇസ് ഈക്വൽ ഇന്റഗ്രൽ V1 to V2 P ഡെൽറ്റ V എന്ന് പറഞ്ഞതാണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ പ്രഷർ എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പുറത്തെടുക്കായിരുന്നു അല്ലേ? ഇവിടെ ടെമ്പറേച്ചർ ഒക്കെയാണ് എന്താണ് വരുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇതിനെ ടെമ്പറേച്ചറിന്റെ ടേംസിലൊക്കെ മാറണം, അല്ലെങ്കിൽ ഇത് അവിടെ DV ആണ് കാണുന്നത്. സോ നമുക്ക് ഇതിനെ വോളിയത്തിന്റെ ടേംസിലേക്കൊക്കെ മാറ്റണം. സോ എങ്ങനെ Pനെ വോളിയത്തിന്റെ ടെമ്പറേച്ചറിന്റെ ടേംസിലേക്ക് മാറ്റാം? PV ഇസ് ഈക്വൽ ടു NRT നമ്മൾ പഠിച്ചതാണ്. സോ P ഇസ് ഈക്വൽ ടു NRT ബൈ V എന്ന് എഴുതാം. സോ ആ Pനെ നമ്മൾ NRT ബൈ V വെച്ച് റീപ്ലേസ് ചെയ്യാണ്. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 NRT ബൈ V dB എന്ന് വന്നു. ഇവിടെ N കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, T കോൺസ്റ്റന്റ് ആണ്. 3 വരെയും പുറത്തെടുക്കാം. സോ വർക്ക് ഇസ് ഈക്വൽ ടു NRT ഇന്റഗ്രൽ V1 to V2 1 ബൈ V dB എന്ന് വരും. ഇവിടെ ഇന്റഗ്രൽ 1 ബൈ V dB എന്ന് പറഞ്ഞാൽ അത് LNV ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡന്റിറ്റീസ് ഒക്കെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടതൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 1 ബൈ V dB എന്ന് പറഞ്ഞാൽ LNV ആണ്. സോ നമുക്ക് കിട്ടി NRT LNV ഫ്രം V1 to V2. ഇനി ആ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. സോ W ഇസ് ഈക്വൽ ടു NRT ln V2 മൈനസ് ln V1 എന്ന് വരും. ഓക്കെ, സോ W ഇസ് ഈക്വൽ ടു NRT. അവിടെ LNA മൈനസ് LNB എന്ന് പറഞ്ഞാൽ LNA ബൈ B ആണ്. സോ W ഇസ് ഈക്വൽ ടു NRT ln V2 ബൈ V1 എന്ന് പറഞ്ഞു. ഇനി LN എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗാണ്. അപ്പം അതിന് നമ്മൾ LOG ലോഗിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്കറിയണം LN എന്ന് പറഞ്ഞാൽ 2.303 ലോഗാണ്. LN എന്ന് പറഞ്ഞാൽ 2.303 ലോഗാണ്. സോ ആ LN വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? 2.303 ലോഗ് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ W ഇസ് ഈക്വൽ ടു 2.303 NRT ലോഗ് V2 ബൈ V1. ഇതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. വേണേൽ നമുക്ക് എന്ത് ചെയ്യടാ? ഇതിനെ പ്രഷറിൻ്റെ ടേംസിൽ മാറ്റി എഴുതാം. എങ്ങനെ? നമുക്കറിയാം P1 V1 ഇസ് ഈക്വൽ ടു P2 V2 എന്നറിയാം. PV ഒരു കോൺസ്റ്റന്റ് അറിയാം. സോ P1 V1 ഇസ് ഈക്വൽ ടു P2 V2. അങ്ങനെയാണ് V2 ബൈ V1 എന്തായിരിക്കും? P1 ബൈ P2 ആയിരിക്കും. സോ V2 ബൈ V1 നമുക്ക് P1 ബൈ P2 വെച്ചിട്ടും വർക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. കഴിഞ്ഞു. ഐസോതെർമൽ പ്രോസസ്സ് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ അഡയാബാറ്റിക് പ്രോസസ്സിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അഡയാബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ 0 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എന്താണ്? PV റേസ് ടു ഗാമ ഒരു കോൺസ്റ്റന്റ് ആണ്. ഡിറൈവ് ചെയ്യാം, പക്ഷെ നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, PV റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. TV റേസ് ടു ഗാമ മൈനസ് 1 ഒരു കോൺസ്റ്റന്റ് ആണ്. P റേസ് ടു 1 മൈനസ് ഗാമ, T റേസ് ടു ഗാമ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അവിടെ വരണം. ഓക്കെ, ഈ ഫസ്റ്റിലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് 3 പഠിച്ചു വെക്കണേ, ബൈ ഹാർട്ട് ആക്കി വെച്ചോ. ഫസ്റ്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ സിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരുന്നു. ഇവിടെ ഡെൽറ്റ ക്യൂ 0 ആണ്. സോ ഡെൽറ്റ യു സിക്കൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? മനസ്സിലാക്കാം. ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആലോചിച്ച് നോക്കണം. ഇതും നോക്കിക്കോ, PV റേസ് ടു ഗാമ ഒരു കോൺസ്റ്റന്റാ. സോ P ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു V റേസ് ടു ഗാമയാണ്. സോ അതിൻ്റെ ഗ്രാഫും ഇങ്ങനെ തന്നെയാണ് വരിക. ഷേപ്പ് അതേപോലെ വരിക, ഐസോതെർമലിൻ്റെ പോലെ തന്നെ വരിക. പക്ഷേ സ്ലോപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ആ സ്ലോപ്പ് എങ്ങനെ ഡിഫറൻ്റ് ആവും ഈ 4 പ്രോസസ്സും കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ്സ്. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ
അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ നോക്കിക്കോളാം. W = മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതിക്കൂടെ. ഡെൽറ്റ യു = മൈനസ് W ആണെങ്കിൽ W = മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാം. നോക്കിക്കോ, W = മൈനസ് ഡെൽറ്റ യു. ഡെൽറ്റ യു = മൈനസ് W ആണെങ്കിൽ W = മൈനസ് ഡെൽറ്റ യു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് ആയാലും ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ അത് NCV ഡെൽറ്റ ടി ആണ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സോ ആ ഡെൽറ്റ യുവിനെ NCV ഡെൽറ്റ ടി വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതുന്ന ഡെറിവേഷൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ സിമ്പിൾ ഡെറിവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ ഡെൽറ്റ യുവിന് പകരം NCV ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ഈ CV-നെ നമ്മൾ ഗാമയിലേക്ക് മാറ്റണം. അതൊരു പ്രശ്നമാണ്. അത് നമ്മൾ അറിയാം. ഞാൻ തൊട്ട് മുന്നേ പഠിപ്പിച്ച CP/CV = ഗാമ ഞാൻ പഠിപ്പിച്ചു. ഓക്കെ അല്ലേ? അത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തൂടെ, അതേപോലെ തന്നെ നമുക്കറിയാം CP - CV = R എന്നും നമുക്കറിയാം. ഒരു കാര്യം ചെയ്തോ, ഈ ഇക്വേഷനിൽ CP - CV = R അതിലെല്ലാ ടേംസിനും നിങ്ങൾ CV കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിലെല്ലാ ടേംസിനും നമ്മൾ CV കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ CP/CV വരും. ആദ്യത്തെ ടേം CP/CV വരും. അടുത്ത ടേം -CV/CV വരും. അടുത്ത ടേം R/CV വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CV/CV ടേം എന്തായി? 1 ആയി. CP/CV എന്താണ്? ഗാമയായി. സോ ഗാമ -1 = R/CV എന്ന് വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഗാമ -1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി CV-നെ ഇങ്ങോട്ട് എടുക്കുക. അങ്ങനെയാണ് CV = R/Γ-1 എന്ന് വരും. CV = R/Γ-1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യടാ. CV-ക്ക് R/Γ-1 കൊടുത്തോ. സോ -N × R/Γ-1 × T2 - T1. T2 പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ ആയിരിക്കും. T1 ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിരിക്കും. T2 എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ. T1 എന്താണ്? ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി വേണമെങ്കിൽ ഈ മൈനസിന് എടുത്ത് ഈ ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് വരുടാ? W = NR/Γ-1 × -T2 വരും. അതേപോലെ തന്നെ +T1 വരും. സോ NR/Γ-1 × ഇനീഷ്യൽ ടെമ്പറേച്ചർ ഫൈനൽ ടെമ്പറേച്ചർ. NR/Γ-1 × ഇനീഷ്യൽ ടെമ്പറേച്ചർ ഫൈനൽ ടെമ്പറേച്ചർ. ഇതാണ് എന്ത്? അഡയബാറ്റിക്കിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ വരിക. ഇനി വേണമെങ്കിൽ ഇതാ നമുക്കിത് പ്രഷറിലേക്ക് മാറ്റാനും പറ്റും. പ്രഷർ വോളിയത്തിലേക്ക് മാറ്റാൻ പറ്റും. കാരണം എങ്ങനെയാണ്? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈ NR T1 ആക്കുക, NR T2 ആക്കുക. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളോട്ട് ഇതിന് NR മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ W = NRT1 - NRT2/Γ-1 വരും. ഇനി NRT1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് P1V1 ആയിരിക്കും. NRT2 പറഞ്ഞാൽ അത് P2V2 ആയിരിക്കും. സോ നമുക്ക് NRT1 P1V1 എന്നും NRT2 P2V2 എന്ന് എഴുതാം. സോ W = P1V1 - P2V2/Γ-1 എന്ന് എഴുതാം. സോ ഈ ഒരു ഫോമിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഐസോബാറിക് പ്രോസസ്. ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ PV = കോൺസ്റ്റന്റ്. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ പിന്നെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, N R കോൺസ്റ്റന്റ്. സോ V = T ആയിട്ടല്ലേ വരിക? V = T. സോ ഇത് ഏത് ലോ ഒബേ ചെയ്യുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് അല്ല, N R കോൺസ്റ്റന്റ്. സോ Vയും Tയും ആണ് പ്രപ്പോർഷണൽ ആവുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ V = T ഏത് ലോ? ചാൾസ് ലോ അല്ലേ? ചാൾസ് ലോ ഒബേ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. പിന്നെ ഫസ്റ്റ് ലോ വേണമെങ്കിൽ എങ്ങനെ തന്നെ എഴുതാം? ΔQ = ΔU + ΔW അല്ലെങ്കിൽ ΔQ = ΔU + P∆V തന്നെ എഴുതാം. ഒരു ടേമും 0 ആയി പോകില്ല അല്ലേ? പിന്നെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? PV ഡയഗ്രാം. പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ? സോ വോളിയം എങ്ങനെ മാറിയാലും പ്രഷർ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഹൊറിസോണ്ടൽ ലൈനായിട്ട് കിട്ടും. ഈ വർക്ക് ഡൺ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് എഴുതാം. കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? ഐസോകോറിക് അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രോസസ്സ് എന്ന് നമുക്ക് ഇതിനെ പറയാം. ഇവിടെ എന്താണ് എടുക്കുക? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ചേഞ്ച് ഇൻ വോളിയം ΔV ഉണ്ടാവില്ല. ചേഞ്ച് ഇൻ വോളിയം ഇല്ലെങ്കിൽ വർക്ക് ഉണ്ടാവില്ല. ഇല്ല, വർക്കും 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നോക്കിയോ? PV = NRT എന്ന് വരും. അവിടെ ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. N R നേരത്തെ ഒരു കോൺസ്റ്റന്റ്. സോ P = T ഏതാണ്? അറ്റ് കോൺസ്റ്റന്റ് വോളിയം P = T എന്ന് പറഞ്ഞാൽ എന്ത് ലോയാ? ഗേ-ലുസാക്സ് ലോ. സോ ഇത് ഗേ-ലുസാക്സ് ലോ ഒബേ ചെയ്യുന്നു പറഞ്ഞാലും കറക്റ്റ് ആണ് അല്ലേ? ഈ ഫസ്റ്റ് ലോ എങ്ങനെ എഴുതാം? ΔQ = ΔU + ΔW. പക്ഷേ ആ ΔW ടേം 0 ആയിരിക്കും അല്ലേ? സോ ΔQ = ΔU എന്ന് വരുന്നതായിരിക്കും നമ്മളെ ഫസ്റ്റ് ലോ. ഓക്കെ അല്ലേ? ഈ ഗ്രാഫ് വരയ്ക്കാൻ എങ്ങനെയായിരിക്കും വരിക? വോളിയത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രഷർ എങ്ങനെ മാറിയാലും. സോ നോക്കിക്കോ, ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. അതാ പ്രഷർ എങ്ങനെ വേണമെങ്കിൽ മാറിക്കോട്ടെ, വോളിയം ഒരേ ലൈനിൽ തന്നെയായിരിക്കും. സോ വോളിയത്തിന് മാറ്റമില്ലാത്ത അവസ്ഥ. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ലോ കംപ്ലീറ്റ് ആയി. എന്താണ് നമ്മളുടെ 0th ലോ നമ്മൾ കംപ്ലീറ്റ് ആയി. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാൻ കാർനോട്ട് എഞ്ചിനിലേക്കൊക്കെയാണ് കിടക്കുമ്പോൾ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമുക്ക് കാർനോട്ട് എഞ്ചിൻ, ഹീറ്റ് എഞ്ചിൻ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ എത്താൻ പോവാണ്. സോ നോക്കിക്കോ, അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഐഡിയയും കൂടെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഗ്രാഫ് പഠിക്കുന്നതിന് മുന്നേ കുറച്ചൊരു ഐഡിയയും കൂടെ ഉണ്ടാക്കാൻ നല്ലത്. സോ നോക്കിക്കോ, എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെയും കംപ്രഷൻ പ്രോസസ്സിൻ്റെയും ഗ്രാഫുകൾ എങ്ങനെയാണ് വരാമെന്നൊരു ഐഡിയ വേണം. കാരണം നമ്മൾ കാർനോട്ട് എഞ്ചിൻ ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ ഒക്കെ കൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. സോ അതിനൊക്കെ ഒരു ഐഡിയ വേണം. നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ആവുക ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐസോതെർമലിൻ്റെ അഡയബാറ്റിക്കിൻ്റെയും ഗ്രാഫാണ്. കാരണം അത് രണ്ടും ഒരേ ഷേപ്പാണ്. ഈ സ്ലോപ്പിന് വ്യത്യാസം ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്നാൽ ഐസോബാറിക്കും ഐസോകോറിക്കും വലിയ പ്രശ്നമില്ല. കാരണം എന്താ? മീൻസ് പ്രഷറിന് നേരെ എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഐസോബാറിക്കാണ്, വോളിയത്തിന് നേരെ എങ്ങനെ വരയ്ക്കുന്നത് ഐസോകോറിക്കാന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പിന്നെ ബാക്കി എക്സ്പാൻഷനും കംപ്രഷൻ നടക്കുമ്പോൾ ഇവരുടെ സ്ലോപ്പുകൾ, ഐസോതെർമലിൻ്റെ അഡയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സോ ഒരു എക്സ്പാൻഷൻ പ്രോസസ് നടക്കുക. ഇവിടെയാണ് ആ ഇനീഷ്യൽ പോയിന്റ്. സോ ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐസോബാറിക്കിൽ പറഞ്ഞാൽ പ്രഷർ ആക്സിസ് നേരെ എങ്ങനെ വരയ്ക്കുക. ഓക്കെ,
ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം ആക്സിസിൻ്റെ നേരെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഈ ഐസോതെർമൽ അഡയബാറ്റിക് നിങ്ങൾ കാണാം. നോക്കിക്കോ, നിങ്ങൾ മനസ്സിലാക്കുന്നത് എക്സ്പാൻഷൻ പ്രോസസ് ആണെങ്കിൽ മുകളിൽ കാണുന്നത് ഐസോതെർമൽ ആയിരിക്കും. എക്സ്പാൻഷൻ പ്രോസസ് ആണ് ഇങ്ങനെ 2 സ്ലോപ്പ് എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ 2 സ്ലോപ്പ് വരും, ഒരു പച്ചയും ഓറഞ്ചും കാണുന്നില്ലേ? എക്സ്പാൻഷൻ പ്രോസസ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, കാരണം എക്സ്പാൻഡ് ചെയ്ത് ഈ മുകളിൽ ആരാണ് താഴെ ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്പാൻഷൻ പ്രോസസ് ആണെങ്കിൽ മുകളിൽ കാണാൻ ഐസോതെർമലിലായിരിക്കും. എക്സ്പാൻഷൻ പ്രോസസ് ആണെങ്കിൽ മുകളിൽ കാണാൻ ഐസോതെർമലിലായിരിക്കും, താഴെ ആയിരിക്കും അഡയബാറ്റിക് ഉണ്ടാവുക. ഓക്കെ അല്ലേ? പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എക്സ്പാൻഷൻ പ്രോസസ് ആണെങ്കിൽ മുകളിൽ ഐസോതെർമലും താഴെ അഡയബാറ്റിക് ആയിരിക്കും. ഈ കംപ്രഷൻ ആണെങ്കിൽ നേരെ തിരിക്കും. എങ്ങനെ? ഐസോകോറിക്കും ഐസോബാറിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഈ ബാക്കിയുള്ളത് നോക്കിക്കോ, കംപ്രഷൻ ആണെങ്കിൽ മുകളിൽ അഡയബാറ്റിക്കും താഴെ ഐസോതെർമലായിരിക്കും. സ്ലോപ്പ് നോക്കിക്കോ, മുകളിൽ ആരാണ് ഐസോതെർമൽ, താഴെ മുകളിൽ അഡയബാറ്റിക്, താഴെ ഐസോതെർമൽ. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, എക്സ്പാൻഷൻ ആണെങ്കിൽ മുകളിൽ ഐസോതെർമൽ, കംപ്രഷൻ ആണെങ്കിൽ മുകളിൽ അഡയബാറ്റിക്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലായി. ഈ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ കാർനോട്ട് എഞ്ചിനിലേക്ക് കിടക്കാൻ പോകുകയാണ്. ഹീറ്റ് എഞ്ചിൻ നമുക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷേ ഹീറ്റ് എഞ്ചിൻ്റെ ഒരു ഐഡിയൽ കേസ് ആയിട്ടുള്ള കാർനോട്ട് എഞ്ചിൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഹീറ്റിനെ വർക്കാക്കി വരുന്ന ഡിവൈസിനാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുക. നോക്കിക്കോ, അപ്പം ഹീറ്റ് എഞ്ചിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, സിങ്ക് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, ഒരു ഹീറ്റ് എഞ്ചിൻ പാർട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട. ഇതിൻ്റെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കാർനോട്ട് എഞ്ചിൻ പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട്. സോ നമുക്ക് അവിടേക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക, അപ്പോൾ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. കാർനോട്ട് എഞ്ചിൻ ഇസ് ആൻ ഐഡിയൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ. ഐഡിയൽ എഞ്ചിനാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് വർക്ക്സ് ഓൺ കാർനോട്ട് സൈക്കിൾ. ഓക്കെ, അപ്പോൾ കാർനോട്ട് സൈക്കിൾ മീൻസ് കാർനോട്ട് എഞ്ചിന് കുറച്ച് പ്രത്യേകതകൾ വേണം. ഓക്കെ, കാരണം ഒരു ഐഡിയൽ കേസ് കൺസിഡർ ചെയ്യുന്നത്. സോ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതായത് കുറച്ച് പാർട്ടുകളുണ്ട്. ഇത്രയും പാർട്ടുകളുണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് പറഞ്ഞ പാർട്ടുണ്ട്, സോഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, സിങ്ക് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. സോഴ്സ് ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലമായിരിക്കും, സിങ്ക് ലോ ടെമ്പറേച്ചറുള്ള സ്ഥലമായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങനെയാണിത്. ഓക്കെ, അപ്പം ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനുള്ളിൽ ഐഡിയൽ ഗ്യാസ് ആവണം, എന്നാലേ മാക്സിമം എഫിഷ്യൻസി ഒക്കെ കിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇവിടെ പിസ്റ്റണിൻ്റെ അറ്റം കാണുന്നില്ലടാ, ഇവിടെ ഒന്നും ഫ്രിക്ഷൻ ഉണ്ടാവരുത്. ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആയിരിക്കണം, ഐഡിയൽ ഗ്യാസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, എന്താണ്? വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസ് ആയിരിക്കണം. ഓക്കെ, ഫ്രിക്ഷൻലെസ് പിസ്റ്റൺസ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ വേണ്ടേ? പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ഓർത്ത് വെച്ചോ, അതായത് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആയിരിക്കണം സോഴ്സിനും സിങ്കിനും. ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക്. സോഴ്സ് ആൻഡ് സിങ്ക്. ഓക്കെ, ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആയിരിക്കണം. അപ്പോൾ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്താണെന്നൊരു ചോദ്യം. ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണഗതിയിൽ ആലോചിച്ച് നോക്കുക, എൻ്റെ ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രി സെൽഷ്യസാണ്. ഞാൻ ഹീറ്റ് റിജക്ട് ചെയ്താൽ എൻ്റെ ടെമ്പറേച്ചർ എന്താ ചെയ്യേണ്ടത്? കുറയുക ചെയ്യേണ്ടത് അല്ലേ? എന്നാൽ എനിക്ക് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണെങ്കിൽ ഞാൻ എത്ര ഹീറ്റ് കൊടുത്താലും എൻ്റെ ടെമ്പറേച്ചർ 100ൽ തന്നെ നിൽക്കും. ഓക്കെ, എൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരില്ല. ഞാൻ എത്ര ഹീറ്റ് കൊടുത്താലും എൻ്റെ ടെമ്പറേച്ചർ അതേപോലെ തന്നെ നിൽക്കും. ഇതിനാണ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുക. ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് ഒരു വർക്കിങ്ങിലേക്ക് നമുക്ക് കടക്കാം. നോക്കിക്കോ, അപ്പോൾ പാർട്സ് ഓഫ് കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് സബ്സ്റ്റൻസ് നോക്കിക്കോ. പാർട്സ് ഓഫ് കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. അത് ഐഡിയൽ ഗ്യാസ് ഫില്ല് ചെയ്താണ്. സോഴ്സ് ഹൈ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചറുള്ള ആളുണ്ട്, സിങ്ക് ലോ ടെമ്പറേച്ചറുള്ള ആളുണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സിമ്പിളായിട്ട് എനിക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം 2 എക്സ്പാൻഷൻ പ്രോസസ്സ് വരും, പിന്നെ 2 കംപ്രഷൻ വരും. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഇതാണ് 4 പ്രോസസ്സ്. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ മതി. പക്ഷേ ജസ്റ്റ് ഞാനൊരു ലോജിക്കും കൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം. നോക്കിക്കോ, അപ്പോൾ വർക്കിംഗ് ഓഫ് കാർനോട്ട് എഞ്ചിൻ ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ കിടക്കുന്ന ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇടാം, അതിനെ ആദ്യം ഇങ്ങോട്ട് തട്ടും. അപ്പോൾ സോഴ്സിൻ്റെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുവന്ന നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. സോഴ്സ് ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലമാണ്. ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട് ഹീറ്റ് ഫ്ലോ നടക്കും. സോ ഇങ്ങോട്ടേക്ക് എത്രയോ എമൗണ്ട് ഓഫ് ഹീറ്റ് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഞാൻ ആലോചിച്ചോളാം, അത്രയും ഹീറ്റ് റിജക്ട് ചെയ്തിട്ട് ഇവൻ്റെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ഞാൻ പറഞ്ഞു സോഴ്സിനും സിങ്കിനും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റിയാണ്. സോ ഇവൻ്റെ ടെമ്പറേച്ചറിന് മാറ്റം വരില്ല. സോ ഈ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സാണ്. ഇനി ആലോചിച്ച് നോക്കണം, ഡെൽറ്റ ക്യൂ ഉണ്ട്, ഡെൽറ്റ യു ഉണ്ടാവും ഐസോതെർമൽ പ്രോസസ്സിന് ഇല്ല. ഡെൽറ്റ ക്യൂസിക്കൽ ഡെൽറ്റ യു 0 ആയിരിക്കും, പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഇങ്ങനെയായിരിക്കും വരും അല്ലേ? സോ ഹീറ്റ് ഇവൻ അബ്സോർബ് ചെയ്യാണ്. സോ അത് പോസിറ്റീവാണ് അല്ലേ? ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് കിട്ടുന്ന വർക്ക് എന്തായിരിക്കും? വർക്കും പോസിറ്റീവ് ആയിരിക്കുമല്ലോ, കാരണം ഡെൽറ്റ ക്യൂസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ പോസിറ്റീവാണ്, അവിടെയും പോസിറ്റീവ് തന്നെയല്ലേ വരുന്നത്. സോ ആലോചിക്കണം, ഈ ഹീറ്റ് എടുത്തിട്ട് ഇവൻ പ്ലസ് വർക്ക് അല്ലെങ്കിൽ എന്താണ് ഇവൻ എക്സ്പാൻഡാ ചെയ്യുന്നത്. പോസിറ്റീവ് വർക്ക് ഓൺ എക്സ്പാൻഷൻ അല്ലേ? സോ ഐസോതെർമലി ഇവൻ എക്സ്പാൻഡഡ് ആവുകയാണ്. സോ ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. നോക്കിക്കോ, സോ ഇതിനാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ വിളിക്കുക. കണ്ടെയ്നർ ഇസ് പ്ലേസ്ഡ് ഓൺ ദ സോഴ്സ് ആൻഡ് ഗ്യാസ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഐസോതെർമലി. ഐസോതെർമൽ എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി അഡയബാറ്റിക് എക്സ്പാൻഷൻ പറഞ്ഞാൽ ഇവനെ തട്ടി ഇങ്ങോട്ടേക്കാക്കും. ഓക്കെ, ഇവനെ തട്ടി അങ്ങോട്ടേക്കാക്കും. സോ ഇനിയും എക്സ്പാൻഷൻ പ്രോസസ്സ് തന്നെയാണ്. ആദ്യം 2 എക്സ്പാൻഷൻ, പിന്നെ 2 കംപ്രഷൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, അഡയബാറ്റിക് എക്സ്പാൻഷൻ അടുത്ത പ്രോസസ്സ്. നോക്കിക്കോ, ഗ്യാസ് എവിടെ വെച്ചു? നൗ പ്ലേസ്ഡ് ഓൺ ദി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ ഓർമ്മ വരുന്നത് അഡയബാറ്റിക് ആണ്. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കണം, ഇവിടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്, അഡയബാറ്റിക്. സോ ഡെൽറ്റ ക്യൂ 0 ആണ്. ഓക്കെ, ഇനി എന്താ? ഡെൽറ്റ ക്യൂ ഇല്ല. സോ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഇസിക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ആലോചിച്ച് നോക്കണം, ഡെൽറ്റ ഡബ്ല്യു ഇസിക്വൽ ടു മൈനസ് ഡെൽറ്റ യു ആണ്.
സോ ഇവിടെ ഇത് എക്സ്പാൻഡ് തന്നെ ചെയ്യാം, വിച്ച് മീൻസ് ഗ്യാസ് എക്സ്പാൻഡ് തന്നെ ചെയ്യാം. എങ്ങനെയാണ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുക? ഹീറ്റ് കിട്ടിയിട്ടല്ല, ഈ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവൻ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഇവന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ട് കണ്ടോ, ഇന്റേണൽ എനർജി കുറയുന്നത് കണ്ടോ, മൈനസ് കണ്ടോ, ഇവന്റെ ഇന്റേണൽ എനർജി കുറച്ചിട്ടാണ് ഇവൻ വർക്ക് ചെയ്യുക. ഓക്കെ, ഇന്റേണൽ എനർജി യൂസ് ചെയ്തിട്ട് ഇവൻ വർക്ക് ചെയ്യും. സോ ഇവിടെ അഡയബാറ്റിക്കലി എന്താ ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യണം, അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ ഓർക്കുക, അഡയബാറ്റിക് എക്സ്പാൻഷൻ ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കുക. ഇനി ഇതേപോലെ എന്ത് ചെയ്യും? ഇവനടുത്ത് അങ്ങോട്ടേ തട്ടും. സോ അതിനെയാണ് ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് ഐസോതെർമൽ കംപ്രഷൻ. സോ അടുത്ത പ്രോസസ് നമുക്ക് ഐസോതെർമൽ കംപ്രഷൻ വരിക. ഗ്യാസ് എങ്ങോട്ട് വെക്കണം? ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കും. ഓക്കെ, ഇങ്ങോട്ടേക്ക് എടുത്ത് വരുമ്പോൾ ആലോചിക്കണം, ഇവിടെ ടെമ്പറേച്ചർ കൂടുതൽ, ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. സോ ഇങ്ങോട്ടേക്ക് ഹീറ്റ് ഫ്ലോ നടക്കും. ഹീറ്റ് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവില്ല. സോ പ്രോസസ് ഐസോതെർമല. ഇനി ഇവിടെ കംപ്രഷൻ ആയിരിക്കും നടക്കുക. കാരണം എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ്, ക്യൂ നെഗറ്റീവാണ് വരുന്നത്. സോ അവിടെ ഡെൽറ്റ ഡബ്ല്യൂ അവിടെ നെഗറ്റീവ് ആവാണ്. സോ അവിടെ കംപ്രഷൻ നടക്കും. സോ ഐസോതെർമൽ കംപ്രഷൻ നടക്കും. അപ്പം ആദ്യത്തെ 2 എക്സ്പാൻഷൻ കഴിഞ്ഞു, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഇപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്തായിരിക്കണം? അഡയബാറ്റിക് കംപ്രഷൻ ആയിരിക്കണം. അതിന് വേണമെങ്കിൽ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കേണ്ടി വരും. ഇതിന് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ അഡയബാറ്റിക് കംപ്രഷൻ ആയിരിക്കും അടുത്ത സ്റ്റെപ്പ് വരിക. അഡയബാറ്റിക് കംപ്രഷൻ, സിലിണ്ടർ ഇസ് അഗെയിൻ പ്ലേസ്ഡ് ഓൺ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ആൻഡ് ദ ഗ്യാസസ് ഫർദർ കംപ്രസ്ഡ്. ഇതാണ് ഈ 4 സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കഴിഞ്ഞു, 4 പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒറ്റ ഗ്രാഫ് പഠിക്കേണ്ടതാണ്. ഇതാണ് ഗ്രാഫ് വരിക. നോക്കിക്കോ, ആദ്യത്തെ പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഞാൻ പറഞ്ഞ എക്സ്പാൻഷനിൽ മുകളിലായിരിക്കും ആര് വരിക? നമ്മൾ ഐസോതെർമൽ വരിക. അഡയബാറ്റിക്കിൻ്റെ താഴെ വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെയായിരിക്കും വരിക അല്ലേ? മീൻസ് ആലോചിച്ച് നോക്കും, സ്ലോപ്പ് പിന്നെ കൂടുതലായിരിക്കും അല്ലേ, പിന്നെ സ്ലോപ്പ് കുറവും അവിടെ. ഓക്കെ, ഇനി അടുത്ത കംപ്രഷൻ സ്റ്റെപ്പ് ആകുമ്പോൾ നോക്കി, കംപ്രഷൻ സ്റ്റെപ്പ് ആകുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഓക്കെ, ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ അഡയബാറ്റിക് കംപ്രഷൻ കൂടുതൽ, മീൻസ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ അല്ലടാ? ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കിക്കോ, എഫിഷ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് എന്തായാലും പോകാം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹീറ്റ് എഞ്ചിൻ സോഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. ഓക്കെ, T1 ടെമ്പറേച്ചറിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്യും. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കണം, ഇവിടെ നിന്ന് കുറച്ച് ഭാഗം വർക്ക് ചെയ്യും. ഫുള്ളും Q1 കിട്ടുന്ന ഫുള്ളും വർക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഭാഗം വർക്ക് ചെയ്യും. ബാക്കി Q2 എമൗണ്ട് ഇങ്ങോട്ടേക്ക് തട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എത്ര എമൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും ചോദിച്ചാൽ എന്താ പറയുക? ആലോചിച്ച് നോക്കണം, 100 ജൂൾ ഇങ്ങോട്ട് കൊടുത്ത് 40 ജൂള് സിങ്കിലേക്ക് തള്ളുകയാണെങ്കിൽ ബാക്കി വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവുക 60 ആയിരിക്കും. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? Q1 - Q2 ആയിരിക്കും. 100 - 40 60 കിട്ടുന്ന പോലെ Q1 - Q2 ആയിരിക്കും വർക്ക് വരിക. ഓക്കെ അല്ലേ? സോ എഫിഷ്യൻസി പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ടായിട്ട് ആരാ വരുന്നത്? വർക്കാണ് വരുന്നത്. ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്ത ആളാരാണ്? Q1 ആണ്. സോ വർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q1 - Q2. സോ Q1 - Q2 ബൈ Q1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അല്ലെങ്കിൽ എങ്ങനെ? മോളിൽ നിന്ന് Q1 കോമൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് മോളിൽ നിന്ന് Q1 കോമൺ എടുത്ത് താഴെ ഒരു Q1 ഉണ്ട്, അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളയാണെങ്കിൽ 1 - Q2 ബൈ Q1 എന്ന് എഴുതാൻ പറ്റും. ഇനി ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് Q2 ബൈ Q1 T2 ബൈ T1 എന്ന് എഴുതാം. സോ 1 - T2 ബൈ T1 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ അല്ലേ? സോ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. 1 - T2 ബൈ T1 ഇസിക്വൽ എഫിഷ്യൻസി, അല്ലെ 1 - Q2 ബൈ Q1 ഇസിക്വൽ എഫിഷ്യൻസി. ഇത് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ 398 ആൻഡ് 293. ഫൈൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി. എഫിഷ്യൻസി നമുക്ക് 2 ടെമ്പറേച്ചർ വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, കുറഞ്ഞ ടെമ്പറേച്ചർ സിംഗിൾ ടെമ്പറേച്ചറാണ് കുറഞ്ഞത്, T2 എടുക്കുക, കൂടിയത് T1 എടുക്കുക. മനസ്സിലായി? സോ 1 - T2 ബൈ T1 ആണ് ഇക്വേഷൻ പഠിച്ചത്. സോ 1 - T2 കുറഞ്ഞ ടെമ്പറേച്ചർ 293 ബൈ കൂടിയ ടെമ്പറേച്ചർ 398. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ 398 - 293 ഡിവൈഡ് ബൈ 398 എന്ന് വരും. ഇത് ചെയ്താൽ ഏകദേശം എത്ര വരിക? 0.263 എങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത് മീൻസ് എന്താ ഡെസിമൽ ആയിട്ട് കിട്ടി. പെർസെൻറ്റേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. പെർസെൻറ്റേജ് ആണെങ്കിൽ ഇൻറ്റു ഒരു 100 ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ 100 ചെയ്താൽ 26.3%. ഇത്രയാണ് ഇതിൻ്റെ എഫിഷ്യൻസി പെർസെൻറ്റേജ് വരുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി കാർനോട്ട് എഞ്ചിൻ്റെ ആ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതാ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൂടെ വേഗം പറഞ്ഞു തീർക്കാം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 2 സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നതാണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ, കിട്ടിയ ഹീറ്റില്ലടാ, ഈ കിട്ടുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കാൻ പറ്റില്ല. കിട്ടുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്ക്, കിട്ടുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കാൻ പറ്റുകയാണെങ്കിൽ ആലോചിച്ച് നോക്കണം, മീൻസ് Q1 ഉം W ഈക്വൽ ആവും. സോ എഫിഷ്യൻസി 1 ആവും, അല്ലെങ്കിൽ 100% ആവും. സോ 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് കിട്ടിയ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. നോക്കോ. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഹീറ്റ് എഞ്ചിൻ വിച്ച് വുഡ് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ റിസർവോയർ ആൻഡ് കൺവേർട്ട് 100% ഓഫ് ദ ഹീറ്റ് ടു വർക്ക്. ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായി വിചാരിക്കുന്നു. സോ നിങ്ങൾ ആലോചിച്ചോണം, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താണ്? ഇപ്പം 1 - T2 ബൈ T1, അല്ലെങ്കിൽ എന്താണ്? ഇതാ ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ നോക്കോ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ഇതാ, വേണമെങ്കിൽ ഇത് തന്നെ എടുത്തോ, 1 - T2 ബൈ T1. നിങ്ങളോട് എന്തുകൊണ്ട് ഇതിങ്ങനെ ആക്കാൻ പറ്റൂല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരികയായിരിക്കും. എന്തുകൊണ്ട് എഫിഷ്യൻസി 100% ആക്കാൻ പറ്റൂല എന്ന് ചോദിക്കുകയാണ്. ഈ റീസണാണ് ഞാൻ പറയാൻ പോകുന്നത്. എഫിഷ്യൻസി 1 കിട്ടണമെങ്കിൽ ആലോചിച്ച് നോക്കണം, ഈ T2 ബൈ T1 എന്താവണം? എഫിഷ്യൻസി 1 കിട്ടണമെങ്കിൽ T2 ബൈ T1 0 ആവേണ്ടി വരും. T2 ബൈ T1 0 ആവേണ്ടി വരും അല്ലേ?
നല്ല എഫിഷ്യൻസി എന്ത് കിട്ടുള്ളൂടാ, എന്ത് കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. ഇതാ ഈ ടേം ഒട്ടാകെ 0 ആയപ്പോൾ എഫിഷ്യൻസി 1 അല്ലെ 100% കിട്ടും. സോ T2/T1 0 ആയാൽ മാത്രമേ എഫിഷ്യൻസി 1 കിട്ടുള്ളൂ. ആലോചിച്ച് നോക്കണം, ഇവിടെ T1 0 മീൻസ് T2 0 ആവണമെങ്കിൽ ആലോചിച്ച് നോക്കും, T2 = 0 ആവേണ്ടി വരും അല്ലേ, എന്നാലല്ലേ T2/T1 0 ആവുള്ളൂ. T1 0 ആയിട്ട് കാര്യമില്ല, T2/0 ആണ് ഇൻഫിനിറ്റിക്ക് ആവുക. സോ T2 0 ആവണം, അല്ലെങ്കിൽ 0 കെൽവിൻ ആകണം. ഈ ടെമ്പറേച്ചറൊക്കെ കെൽവിനിലാണ്. അപ്പോൾ ഈ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അബ്സല്യൂട്ട് 0, അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ 0 കെൽവിൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സോ വേണമെങ്കിൽ ഇത് റീസൺ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ അല്ലേ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല, അതായത് കിട്ടിയ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അങ്ങനെ ആക്കണമെങ്കിൽ ഒരു 0 കെൽവിൻ എന്ന് പറഞ്ഞ ടെമ്പറേച്ചറൊക്കെ എക്സിസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, ഐഡിയ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലോഷർ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. റെഫ്രിജറേറ്ററിന്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു തരുന്നൊരു ഐഡിയ ആണ് ക്ലോഷർ സ്റ്റേറ്റ്മെന്റ്. നോക്കിക്കോ, നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവ് സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്ന സാധനമാണ് ഹീറ്റ്. പക്ഷേ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലല്ലോ. റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ എന്താണ്, ടെമ്പറേച്ചർ കുറവാണ്, പുറത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്. നമ്മൾ എന്തിനാണ് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നത്, ഉള്ളിലുള്ള ഫുഡിനെ തണുപ്പിക്കാൻ. അതായത് ഉള്ളിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, ആ ബോഡിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. വിച്ച് മീൻസ് ഈ ബോഡിൻ്റെ ഹീറ്റ് പുറത്തേക്ക് എടുത്ത് തള്ളാനാണ് നോക്കുന്നത്. തണുത്ത സ്ഥലത്ത് നിന്ന് കൂടിയ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റിനെ ഫ്ലോ ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അത് നടക്കൂലല്ലോ. അത് നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും. എപ്പം എക്സ്റ്റേണലി നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജിൽ കണ്ടിട്ടില്ലേ, നമ്മളൊരു പ്ലഗ് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഓൺ ആക്കുന്നില്ലേ, അത് നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുക. എന്തിനടാ, ഉള്ളിൽ തണുത്ത സ്ഥലത്ത് നിന്ന് ഹീറ്റിനെ ചൂട് സ്ഥലത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഡിസൈൻ എ സെൽഫ് ആക്ടിംഗ് മെഷീൻ വിച്ച് വുഡ് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് ലോവർ ടെമ്പറേച്ചർ ടു അനദർ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ വിത്തൗട്ട് എക്സ്റ്റേണൽ എനർജി. എക്സ്റ്റേണൽ എനർജി ഇല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ലോ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ നടത്താൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കണ്ടന്റും തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.